ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഞാനും അനിയത്തിയും പറഞ്ഞു നമുക്കെന്നാൽ പായസം ഉണ്ടാക്കിയാലോ എന്ന്. ഇപ്പം ഓണം ടൈം ആയ കാരണം ഒരുപാട് പായസം മിക്സുകൾ കടയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ട് വന്നപ്പം 2 പായസം മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പാലട പായസത്തിൻ്റെ മിക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ദിവസം മുന്നേ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ അടപ്രഥമൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇതാകുമ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓണം ടൈമിൽ നമുക്ക് പായസത്തിൻ്റെ കുറേ മിക്സുകൾ അവൈലബിൾ ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ ആ പായസം മിക്സൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കും. അത് ഓണം ടൈമിലായിരിക്കും കൂടുതലും ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ വല്ല വിശേഷ സമയങ്ങളിലൊക്കെ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെർമിസെല്ലി അതായിരിക്കും കൂടുതലുണ്ടാക്കുന്നത്. വെർമിസെല്ലിയും അടപ്രഥമനും നമ്മൾ അങ്ങനെ ബർത്ത്ഡേ ടൈമിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഓണം ടൈമിൽ ഇങ്ങനെ പായസം മിക്സൊക്കെ വരുമ്പോൾ നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഓണത്തിൻ്റെ സദ്യയുടെ സമയത്ത് ചിലപ്പം ഒരു പായസമൊക്കെ കാണത്തുള്ളൂ. ലാസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ പുറത്ത് പോയി കഴിച്ചുകൊണ്ട് നമുക്ക് 3 പായസം കൂട്ടി ഉണ്ണാൻ പറ്റി. ആ ഊണിൽ കാണുമല്ലോ പായസം. അപ്പം വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പായസമൊക്കെ കാണാറുള്ളൂ. അങ്ങനെ പായസത്തിൻ്റെ സാധനം എല്ലാം എടുത്തു വെച്ചു. അപ്പം ക്യാഷും കിസ്മിസും ഇല്ലായിരുന്നു, അത് കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കണം, അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിക്കാം. അമ്പൂരും ദുബായ്ക്കും കിസ്മിസും ക്യാഷും ഇട്ടേ പറ്റത്തോളം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം പാലൊക്കെ ഒഴിച്ചു തിളയ്ക്കാൻ വേണ്ടി വെച്ചു. പാൽ തിളച്ചിട്ടല്ലേ മിക്സ് ഇടുന്നത്. അങ്ങനെ അതൊക്കെ അടുപ്പയിൽ വെച്ചിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ടിന്നിലിട്ട് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ പഞ്ചസാരയൊക്കെ എടുത്ത് ടിന്നിലിട്ട് വെച്ചു. അങ്ങനെ വേറെ ദുവക്കുട്ടിക്ക് പഞ്ചസാര ഇടണം എന്ന് ഭയങ്കര വാശി. പക്ഷേ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം മധുരം പായസത്തിൽ കാണും. പിന്നെ പാലൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു ഒരു ടേസ്റ്റിന്. അതിന് ശേഷമേ മിക്സ് ഇടുന്നുള്ളൂ. അങ്ങനെ നല്ല തിള വന്നപ്പോഴത്തേക്ക് നെയ്യ് ആഡ് ചെയ്തു. അങ്ങനെ അത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മിക്സ് ഇടാമെന്ന് വിചാരിച്ചു. മിക്സിയിൽ എഴുതിയേക്കുന്നതും അങ്ങനെയാണ്. അങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വെച്ചപ്പോഴേ പാലിനകത്തിട്ടില്ല, തിളച്ച് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിക്സ് ആഡ് ചെയ്തു. ഞാൻ 2 ബോക്സാണ് വാങ്ങിച്ചിരുന്നത്. എന്നിട്ട് അതിൽ ഒരെണ്ണം ഫുള്ളിട്ടു, ഒരെണ്ണത്തിൻ്റെ ഹാഫേ ഇട്ടോളൂ. ഒരുപാട് അങ്ങ് തിക്കായി പോയി കഴിഞ്ഞാൽ കുടിക്കാൻ പാടായിരുന്നു പറഞ്ഞ് ഒരെണ്ണത്തിൻ്റെ പകുതി ആഡ് ചെയ്തോളൂ. അങ്ങനെ 1.5 ബോക്സ് ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കവറുകളെല്ലാം പറക്കി കവർ കെട്ടിക്കൊണ്ട് വെളിയിൽ വെച്ചു. നമ്മളിവിടെ ഈ വീട്ടിൽ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് വരാറുള്ളൂ. അല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും. മിക്കവാറും മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാനും അവിടെയാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒക്കെ നമ്മളിവിടെ വരും. പിന്നെ കുക്കിങ്ങും അവിടെ ആയിരിക്കും ഫുൾ. നമ്മൾ കഴിച്ച് എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ വേണ്ടി പോകത്തുള്ളൂ. ആ ഒരു ടൈമിലേ ഉള്ളൂ. അല്ലാത്ത ദിവസം മക്കൾ ഫുൾ ബിസി ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ മക്കൾ ബിസി ആയിരുന്ന കാരണം നമ്മൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ വരത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഉച്ച ടൈമിലോ ഇടയ്ക്കൊക്കെ എനിക്ക് ഫ്രീ ആകുമ്പോഴോ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഞാൻ വരത്തില്ല. എനിക്ക് കൂടുതലും കൺവീനിയൻറ്റ് എൻ്റെ വീട് തന്നെയാണ്. കാരണം മക്കളെ കാര്യങ്ങളെല്ലാം ആ ഒരു റുട്ടൈനിൽ അങ്ങ് നടന്നു പോകും. അങ്ങനെ പായസം എല്ലാം റെഡിയായി മാറ്റി വെച്ചിട്ട് ദഹിക്കകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുക്കുകയാണ്. അമ്പും ദുബായും വന്ന് നോക്കി നിൽപ്പുണ്ട്. അവർക്ക് ഈ നെയ്യിലൊക്കെ വറുക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അതെല്ലാം നല്ല ബ്രൗൺ കളറിലായി. അതെല്ലാം കോരിയെടുത്തു. പെട്ടെന്ന് ചെയ്യുവാണ്. കാരണം നദു എണീക്കാനുള്ള ടൈമായി. നദുവിന് നല്ല പനിയാണ്. അത് കാരണം മരുന്നൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ്. എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ പെട്ടെന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് എല്ലാം ചെയ്യുവാണ്. അങ്ങനെ അതിനകത്തെല്ലാം ഇട്ടൊന്ന് സെറ്റാക്കിയപ്പോൾ നല്ല ഞാൻ വിചാരിച്ച കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടി. ഈസിയാണ് ഈ പായസം വെക്കാൻ. അത്യാവശ്യം നമുക്ക് വേണ്ട അളവിൽ പാൽ വെക്കുക. ഒരു പാക്കറ്റിൽ 1 കവർ പാലും അതിൻ്റെ വെള്ളവും മതി. അല്ലെങ്കിൽ നമ്മൾ 1.5 എടുക്കുകയാണെങ്കിൽ 2 കവർ പാലും അതിൻ്റെ വെള്ളവും, ഓരോ കവർ പാലിൻ്റെ അതേ പാലിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കുക. പിന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 1.5 മിക്സാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് പാൽ അതിൻ്റെ വെള്ളത്തിനും 1.5 മിക്സ് എടുത്തപ്പോൾ ഇത്രയും കൺസിസ്റ്റൻസിയിൽ കിട്ടി. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും
ഒഴിക്കുകയാണ്, ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്. ഇത് അത്യാവശ്യം സ്പൂണൊന്നും വേണ്ട, പക്ഷേ അമ്പൂനും ദുബായ്ക്കും സ്പൂൺ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് പോയി. അങ്ങനെ 2 പേർക്കും ഞാൻ സ്പൂണൊക്കെ ഇട്ട് കൊണ്ട് കൊടുക്കുകയാണ്. കൊള്ളാമോയെന്ന് ചോദിച്ചപ്പോൾ 2 പേരും കൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.